അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഖത്തറിലെ നമ്മളെ കിണ്ണങ്കാച്ചി ഒരു മോള് കാണാൻ പോവാണ്. ഏത് മോളാ? വിലാജിയോ മോള്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ യൂബർ ബുക്ക് ചെയ്തിട്ട് നേരെ മെട്രോ സ്റ്റേഷൻ്റെ അവിടേക്ക് പോകാൻ കേട്ടോ. ചൂട് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ നടക്കുന്നില്ല. ഞങ്ങൾക്ക് നല്ല മടിയായതുകൊണ്ട് ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തു. ഒരു മിനിറ്റ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുണ്ടാവും. അപ്പം മെട്രോ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കയറാം. എല്ലാം ഓട്ടോമാറ്റിക് ആവും, ഒന്നും പിടിക്കണ്ട. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. നമ്മൾ മെട്രോ കയറാനുള്ള പരിപാടിയാണ്. നമുക്ക് കാർഡ് റീചാർജ് ചെയ്യണം. അപ്പോൾ കാർഡ് റീചാർജ് ചെയ്യുന്ന പരിപാടി എനിക്കല്ല, അത് കാഷ്യർ ഷിബു ബാബു ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. ഖത്തറിൽ പുതിയ റൂൾ വന്നിട്ടുണ്ട്. വീഡിയോസും ഫോട്ടോസും ഒന്നും പബ്ലിക്കിൽ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് വിളിച്ചും പാത്തുമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പം വീഡിയോസൊക്കെ എടുക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, ആൾക്കാരെ കാണിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസിൽ കുറച്ച് കൺട്രോൾഡ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മെട്രോയിൽ വന്ന് ഇറങ്ങി. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ വിലാജിയോയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു സൂത്രം കാണിച്ചു തരാം. ഈ കാണുന്ന ടവറാണ് ടോർച്ച് ടവർ. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഷിബു സാറിന് കൊടുക്കുന്നു. ഇത് ടോർച്ച് ടവർ എന്നും പറയും, ആസ്പയർ ടവർ എന്നും പറയും. പിന്നെ ഇത് അതിൻ്റെ സെൻറ്ററിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ വേൾഡിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള 360 ഡിഗ്രി സ്ക്രീനാണ് അതിൻ്റെ സെൻറ്ററിലുള്ളത്. പിന്നെ ഇത് അറൗണ്ട് 300 മീറ്ററിൻ്റെ മുകളിൽ ഹൈറ്റ് ഉണ്ട്. ഇതിന് നമ്മുടെ ലുസൈലാണെങ്കിലും ഉണ്ട്, അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ടവറുകളുണ്ട്. അതിൽ വൺ ഓഫ് ദി ഹയസ്റ്റ് ടവറാണത്. ഇത് ഈ ടോർച്ചിൻ്റെ ഒരു ആകൃതിയിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ടോർച്ച് ടവർ എന്നൊക്കെ പറയുന്ന ആളുകൾ. കൈ പിടിക്കും, ഇനി ഇത് വഴിയാ. കൈ പിടിക്കും, ഇനി ഇത് വഴിയാ. അവിടെ ചെന്നിട്ട് അപ്പോൾ വിടാട്ടാ. അപ്പം ആ കാണുന്നതാണ് വിലാജിയോ. നമുക്ക് നേരെ വിലാജിയോയിലേക്ക് വെച്ച് പിടിക്കാം. അപ്പോൾ നമ്മൾ വിലാജിയോൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയ സംഭവമായിട്ട് തോന്നും, പക്ഷേ ഈ കാണുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. കണ്ടോ, ടോർച്ച് ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് വിലാജിയോൻ്റെ ഉള്ളിലേക്ക് കയറാം. പറഞ്ഞു തന്നത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ചെറുതാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാം അല്ലേ. അപ്പം നമ്മൾ വിലാജിയോൻ്റെ ഉള്ളിൽ കയറിയേക്കാണ് കേട്ടോ. ഈ കാണുന്നത് ആകാശമാണോ? ഈ കാണുന്നത് ആകാശമാണ്, പക്ഷേ ഇതിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്ന, പക്ഷെ എന്ത് ഭംഗിയാലേ. നല്ല ഒരു വെറൈറ്റി മാള് അല്ലേ. നമുക്കിവിടെ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും റിസ്ക് എടുത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരുമായിരിക്കും. ഒരു മോളിൻ്റെ ഉള്ളിൽ കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. നമുക്ക് ഇതിൽ വേണമെങ്കിൽ പോവാട്ടോ. ഒരു മോളിൻ്റെ ഉൾഭാഗമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. പറഞ്ഞാൽ വിശ്വസിക്കില്ല, കണ്ടുകഴിഞ്ഞാൽ ആക്കടാ, എന്ത് രസമാണല്ലേ. വെള്ളത്തിലോട്ട് ഇടട്ടെ. നീന്താനും പറ്റുന്നില്ല. ഇതൊക്കെ കാണാൻ നല്ല രസം.
അപ്പൊ കുഞ്ഞിക്ക് എന്താ വേണ്ടേ ഐസ്ക്രീം. ഐസ്ക്രീം വിശക്കുവാന്ന് കുഞ്ഞിക്ക്. നമ്മുടെ ടീ ടൈം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ എന്താ നടക്കണേ? സ്കേറ്റിങ്ങോ? പ്രാക്ടീസാന്ന് തോന്നുന്നു. അവിടെ കുറേ ഇവിടെ ഓരോ മാച്ചുകളൊക്കെ നടക്കാറുണ്ട്. ഇത് മാച്ചല്ല, ഇവിടെ എന്തോ പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കണേ. അപ്പം അതിൻ്റെ ഉള്ളിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ ഫുഡ് കോർട്ടുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കോർട്ട് തപ്പി പിടിക്കണം. ഫുഡ് കോർട്ട് തപ്പാനായിട്ട് നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം വന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്ന സാധനം എന്താ? ഒന്നെങ്കിൽ മക്ഡൊണാൾഡ്സ്, അല്ലെന്നുണ്ടെങ്കിൽ മറക്കാതെ ഞങ്ങൾ കഴിക്കുന്ന ഐറ്റമാണ് നമ്മുടെ ടീ ടൈമിലെ ഫ്രഷ് ജ്യൂസ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പോകാൻ തിരക്ക് പിടിച്ചിട്ട് സമാധാനമില്ല ഐസ്ക്രീം കഴിക്കാതെ. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ മക്ഡൊണാൾഡ്സ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഐസ്ക്രീം കിട്ടും. അപ്പം ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. കുഞ്ഞ് എന്തിനാ കരയണേ? കുഞ്ഞ് കരയാണ് ഐസ്ക്രീം കഴിക്കാനായിട്ട്. ഐസ്ക്രീം ഇന്നാണെങ്കിൽ നല്ല ക്രൗഡാണ്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല തിരക്കാണ്. വോയിസ് കൊടുക്കുന്നത് കിട്ടുന്നുണ്ടോയെന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആളിതേ അതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം മേടിക്കാനായിട്ട് പോയേക്കാണ്. നല്ല തിരക്കാണ്. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. രണ്ട് ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. സ്പെഷ്യൽ ഐസ്ക്രീമാണ്. അത്ര തിരക്കാണ് ഇവിടെ. അയ്യോ, അവിടെ തിരക്ക്, ഇവിടെ തിരക്ക്, എല്ലായിടത്തും തിരക്ക്. ആരും വീട്ടിലൊന്നും കുക്ക് ചെയ്യുന്നില്ലേ എന്നൊരു ഡൗട്ട്. ഇപ്പൊ ക്ലൈമറ്റ് ചെറുതായിട്ട് ചൂട് മാറി തുടങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ? തണുപ്പായി തുടങ്ങിയില്ല. ഇപ്പൊ എല്ലാവരും പുറത്തേക്ക് എല്ലാവരും ഇത്രയും ദിവസം വീട്ടിലിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. ഇനി മാളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഫൈനലി കിട്ടി. കുഞ്ഞി കിട്ടിയോ? ഇഷ്ടംപോലെ ഷോപ്പുകളാണ്. ഇതിലിപ്പം ഞങ്ങൾ വന്ന വഴിക്കാണോ പോണേ, നിന്ന വഴിക്കാണോ വരണേന്നൊന്നും ഒരു പിടിയുമില്ല. ചുമ്മാ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കാല്ലേ. ഇവിടെ ഞങ്ങൾ കുറച്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം അല്ല. ഇതിനു മുന്നും ഇവിടെ വന്ന് കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുള്ളതാണ്. എന്താണ് അടുത്ത പരിപാടി? നല്ല ഗ്രീനറി ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. പച്ചപ്പും ഹരിതാപവും ഉള്ളൊരു ഏരിയ ഉണ്ടെന്നും പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പം അതേ കയറി വന്നവിടത്ത് എത്തിയിട്ടുണ്ട്. ഗൈഡ് തീരെ കൊള്ളില്ല. ഭയങ്കര മോശം ഗൈഡ്. ഞാൻ വേറെ വല്ല ഗൈഡുമാരെ വിളിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാ സ്ഥലം. ഞങ്ങൾ വന്നവിടത്ത് ഇതേ വീണ്ടും തിരിച്ചെത്തി. ഒരു 2 കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ. ഗൈഡേ പച്ചപ്പും ഹരിതാപവും ഉള്ളൊരു നല്ല ഭംഗിയുള്ള ഏരിയ ഉണ്ട്. അത് തപ്പിയിട്ടുള്ള യാത്രയാണ്. എത്തിപ്പെട്ട് ഗൈഡ് വളരെ നല്ലൊരു ഗൈഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കാരഫോറിൽ വന്നിരിക്കുകയാണ്. കാരഫോറിൽ കുറച്ച് നേരം തെക്ക് വടക്ക് നടന്നതിന് ശേഷം നമ്മൾ നമ്മുടെ പച്ചപ്പും ഹരിതാപവും തപ്പാൻ പോകുന്നതായിരിക്കും. ഒരാൾക്ക് വയ്യ, അതുകൊണ്ട് ആള് ഭയങ്കര മൂഡ് ഓഫായിട്ട് നടക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു ഇതില്ല, ഒരു മൂഡില്ല. എന്തായാലും ഇതിലേക്ക് ഇങ്ങനെ നടന്ന് ഓരോന്നൊക്കെ കണ്ടിട്ട് നമ്മുടെ അടുത്ത പരിപാടി നോക്കാം അല്ലേ. ഒരു 5 മിനിറ്റ് ഡിലേ ഉണ്ട്. കിളി മൊത്തം പോയി കിടക്കാന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഒരു ദിവസം നമ്മുടെ സൂഷി ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മേടിക്കുന്ന ഫുഡൊക്കെ പാളി പോകുന്നത് കൊണ്ട് ഇപ്പം
അത്ര ധൈര്യം ഇല്ല. എന്തായാലും ഇനിയൊരു ദിവസം സുഷിയും കൂടി ട്രൈ ചെയ്ത് നോക്കണം. നോട്ട വിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ കണ്ടതാണേ, അവിടെ ഓരോ സീറ്റിലും ടെഡീനെ ഇരുത്തിയേക്കുന്നുണ്ടോ. ബുക്ക് ചെയ്തിട്ടുള്ള സീറ്റുകളായിരിക്കും അല്ലേ, എന്താണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് എനിക്കറിയത്തില്ല. കണ്ടപ്പം നല്ല രസം തോന്നി. ശരിക്കും ഒരു പാലസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. ആ ഒരു ആംബിയൻസും കളറും പിന്നെ ഈ ഒരു സെറ്റപ്പും എല്ലാം കൂടി അടിപൊളി ലുക്കാണ് ഇവിടെ. ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓൾറെഡി ഞങ്ങൾ ടീ ടൈമിൽ ഒരു വട്ടം വന്നതായിരുന്നേ. എന്നിട്ട് അവിടുന്ന് നേരെ ആ ഗ്രീനറി ഉള്ള ഭാഗത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടായിരുന്നേ. പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾ വേറെ ഏതിലൊക്കെയോ പോയി, എല്ലാ ഭാഗത്തും കവർ ചെയ്ത് കാരഫോറൊക്കെ പോയി. പിന്നെ വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതാ കിടക്കണു. ടീ ടൈമിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു ഈ പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വിലാജിയോ മോൾ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോസ് എടുക്കുന്നതിലൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ വേറെ എന്താണ്, നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.